എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ശിവനും പാർവതിയും എത്ര അത്ഭുതകരമായ ദമ്പതികളായിരുന്നു എന്നത്. അവരുടെ ബന്ധം വെറും ദൈവികം മാത്രമല്ലായിരുന്നു, അതിൽ മനുഷ്യ സൗന്ദര്യവും സ്നേഹത്തിന്റെ സത്യസന്ധതയും നിറഞ്ഞിരുന്നു. അവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ ചെറിയ വാദവിവാദങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ ആ തർക്കങ്ങൾ പോലും അവരുടെ ബന്ധത്തെ തകർത്തില്ല, മറിച്ച് കൂടുതൽ ശക്തമാക്കി. കാരണം അവരുടെ ഇടയിൽ അഹങ്കാരത്തിനോ ദേഷ്യത്തിനോ ഒരിക്കലും സ്ഥലമുണ്ടായിരുന്നില്ല. ലോകം മുഴുവൻ ഭയത്തോടും ഭക്തിയോടും കൂടി ആരാധിക്കുന്ന സർവ്വസംഹാരകനായ മഹാദേവന്റെ വാക്കുകളെ ചോദ്യം ചെയ്യുന്നവളാണ് പാർവതീദേവി. അതുപോലെ തന്നെ ശിവനും പാർവതിയുടെ വാക്കുകൾക്ക് തുല്യ ബഹുമാനവും ശ്രദ്ധയും നൽകി കേൾക്കാറുമുണ്ട്. ഇതുതന്നെയാണ് അവരുടെ ബന്ധത്തെ പ്രത്യേകമാക്കുന്നത്. തർക്കങ്ങളില്ലാത്ത ബന്ധമല്ല, തർക്കം വന്നാലും പരസ്പരം മനസ്സിലാക്കുന്ന ബന്ധമാണ് ഇവരുടേത്. ഇന്ന് നമുക്ക് ശിവപാർവതിമാരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാം. ആധുനിക ദാമ്പത്യത്തിൽ ഒരു ബന്ധം എങ്ങനെ നിലനിർത്താം, എങ്ങനെ പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ചേർന്നു ജീവിക്കാമെന്ന്. തുറന്ന മനസ്സോടെ സംസാരിക്കുക. ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധം സത്യത്തിൽ അത്ര ശക്തമായിരുന്നത് അവർ തമ്മിലൊന്നും മറച്ചുവെക്കാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ അവർ അത് മനസ്സിൽ ഒളിപ്പിക്കാതെ പരസ്പരം തുറന്നു സംസാരിക്കും. അവർ പരസ്പരം വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലരും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുകയും മറുവശത്തുള്ളവർ അത് മനസ്സിലാക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ മിണ്ടാതിരിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കില്ല, അത് ബന്ധത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കും. ശിവപാർവതിമാർ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. സന്തോഷം വന്നാലും തർക്കം വന്നാലും വേദനയുണ്ടായാലും തുറന്നു സംസാരിക്കുക. തുറന്നു പറയുന്നതുവഴി പരസ്പരം മനസ്സിലാക്കുക, അതുവഴി സ്നേഹം വളർത്തുക. പരസ്പരം ബഹുമാനിക്കുക. ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധം ഇത്രയും മനോഹരമായത് അവരിൽ ഒരാൾ മറ്റേയാളെ ചെറുതാക്കി കാണാത്തതുകൊണ്ടാണ്. അവർക്കിടയിൽ എപ്പോഴും ബഹുമാനത്തിന്റെ ഒരു ദൂരമുണ്ടായിരുന്നു. ശിവൻ ലോകത്തിന്റെ മഹാദേവനായിരുന്നു, എന്നാൽ പാർവതിയെ തന്റെ ജീവന് തുല്യമായി കണ്ടു. പാർവതി ദേവിയാണെന്നല്ല, ഒരു സ്ത്രീയായിട്ടുള്ള അവളുടെ മൂല്യത്തെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുപോലെ പാർവതിയും ശിവനെ ഭർത്താവെന്ന നിലയിൽ മാത്രമല്ല, ഒരു ഗുരുവായി, ഒരു ദൈവമായി, തന്റെ പ്രിയതമനായി ബഹുമാനിച്ചിരുന്നു. ബന്ധം നിലനിൽക്കാൻ സ്നേഹം മാത്രം മതിയെന്നില്ല. ബഹുമാനമില്ലെങ്കിൽ സ്നേഹവും നിലനിൽക്കില്ല. ഇന്നത്തെ കാലത്ത് പല ബന്ധങ്ങളും തകർന്നുപോകുന്നത് അതുകൊണ്ടാണ്. മറ്റേയാളുടെ അഭിപ്രായം ചെറുതാക്കി കാണുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ശരി എന്ന മനോഭാവം. ശിവപാർവതിമാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. സ്നേഹം വളരാൻ ബഹുമാനം വേണം. ബഹുമാനമുണ്ടെങ്കിൽ വാക്കുകൾ കടുപ്പമാവില്ല, ഒരിക്കലും മനസ്സുകൾ അകന്നുപോകില്ല. സ്നേഹിക്കുന്നവരെ ബഹുമാനിക്കുക, അവരുടെ ആത്മീയതയും സ്വപ്നവും മനസ്സിലാക്കുക. അതാണ് ദൈവിക സ്നേഹത്തിന്റെ യഥാർത്ഥ രൂപം. പരസ്പരം സ്വാതന്ത്ര്യം നൽകുക. ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധം ദൈവികമായിരുന്നത് അവർ ഒരാളുടെ ജീവിതത്തിൽ മറ്റേയാൾ ഇടപെടാതെ പരസ്പരം സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ടാണ്. പാർവതി തപസ്സിനായി പർവ്വതങ്ങളിൽ പോയപ്പോൾ ശിവൻ അവളെ തടഞ്ഞില്ല, അവളുടെ ലക്ഷ്യം മനസ്സിലാക്കി പിന്തുണ നൽകി. അതുപോലെ ശിവൻ ധ്യാനത്തിലായിരിക്കുമ്പോൾ പാർവതി അതിനെ ബഹുമാനിച്ചു. അവൾ ശിവന്റെ സമയത്തിന് വില കൊടുത്തിരുന്നു. കാരണം അവൾക്കറിയാം, സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നിയന്ത്രണങ്ങൾ വേണ്ട. ഒരു നല്ല ബന്ധമെന്നത് ഒരാളുടെ സ്വപ്നങ്ങൾ തടയുന്നതല്ല, പകരം അവയ്ക്ക് ചിറകുകൾ കൊടുക്കുന്നതാണ്. പലരും സ്നേഹിക്കുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും, പക്ഷെ അങ്ങനെ ചെയ്താൽ ബന്ധം ശ്വാസമുട്ടും. പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം നൽകാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ശിവപാർവതിയുടെ ബന്ധം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ബന്ധം നിലനിർത്തുന്നത് പിടിച്ചു നിർത്തിയതുകൊണ്ടല്ല, മനസ്സിലാക്കി വിട്ടുകൊടുത്തതുകൊണ്ടാണ്. ഫലം നോക്കാതെ സ്നേഹിക്കുക. ശിവനും പാർവതിയും തമ്മിലുള്ള സ്നേഹം എത്ര ആഴമുള്ളതാണെന്ന് അവരുടെ ജീവിതം തന്നെ തെളിയിക്കുന്നു. പാർവതി തപസ്സിലൂടെ ശിവനെ നേടിയതാണ്, പക്ഷെ അവളുടെ സ്നേഹം ശിവൻ തനിക്ക് പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലുണ്ടായതല്ല. അവൾ സ്നേഹിച്ചത് ശുദ്ധമായ ഹൃദയത്തോടെയായിരുന്നു. ശിവനും അതുപോലെ തന്നെയായിരുന്നു. അവൾ സുന്ദരിയാണെന്നോ ദേവിയാണെന്നോ ഉള്ള കാരണമല്ലായിരുന്നു ആ സ്നേഹത്തിന്റെ ഉറവിടം. അവളുടെ ആത്മാവിനെയാണ് അദ്ദേഹം സ്നേഹിച്ചത്. ഇന്നത്തെ ലോകത്ത് പലരും സ്നേഹിക്കുന്നവരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. അവർ സംശയങ്ങൾ ഉന്നയിക്കുന്നു. അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അവൾ എനിക്കായി എന്തു ചെയ്യുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ സത്യസന്ധമായ സ്നേഹം അതല്ല.
സ്നേഹം കൊടുക്കാനാണ്, വാങ്ങാനല്ല. ശിവപാർവതിയുടെ ബന്ധം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: സ്നേഹിക്കൂ, തിരിച്ച് എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ. കാരണം സ്നേഹത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അത് തിരിച്ചു കിട്ടാതെ പോലും നിലനിൽക്കുന്നതിലാണ്. തർക്കം വന്നാലും കൈവിടരുത്. ശിവനും പാർവതിയുമെന്നും പൂർണ്ണമായ ദമ്പതികളായിരുന്നില്ല. അവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും വാദവിവാദങ്ങളുമുണ്ടായിരുന്നു. പക്ഷേ ഓരോ തവണയും അവർക്കിടയിലെ സ്നേഹം ജയിക്കുകയായിരുന്നു. കാരണം അവർ മറുപടി കൊടുക്കുന്നതിനു പകരം മനസ്സിലാക്കാൻ ശ്രമിച്ചു. പാർവതി ചിലപ്പോൾ ദേഷ്യം കാണിച്ചാലും ശിവൻ ശാന്തനായിരുന്നു. അവൾ ദേഷ്യപ്പെടുന്ന കാരണങ്ങൾ മനസ്സിലാക്കാൻ നോക്കും. അവളെ കുറ്റപ്പെടുത്താതെ അവളുടെ മനസ്സിലേക്കാണ് നോക്കിയത്. അതുപോലെ പാർവതിയും ശിവന്റെ നിശബ്ദതയെ തെറ്റായി കാണാതെ അവന്റെ ചിന്തകളെ മനസ്സിലാക്കി. ബന്ധം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമയാണ്. സ്നേഹിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാക്കണം എന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കണം. പലരും ചെറിയ തർക്കം വന്നാൽ ബന്ധം ഉപേക്ഷിക്കും. പക്ഷേ ശിവപാർവതിമാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: സ്നേഹം പൂർണ്ണമാകുന്നത് പരസ്പരം ക്ഷമിക്കുമ്പോഴാണ്. ഒരുമിച്ച് നേരിടാം, അതാണ് യഥാർത്ഥ സ്നേഹം. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമാവില്ല. സന്തോഷം വരും, ദുഃഖം വരും, ചിലപ്പോൾ പരീക്ഷണങ്ങളും. പക്ഷെ അതെല്ലാം നമ്മൾ ഒരുമിച്ച് നേരിട്ടാൽ മാത്രമേ ബന്ധം നിലനിൽക്കൂ. ശിവനും പാർവതിയും അതിനുദാഹരണമാണ്. അവർ സന്തോഷത്തിൽ മാത്രമായിരുന്നില്ല ഒന്നിച്ചിരുന്നിരുന്നത്. ദുഃഖത്തിലും ത്യാഗത്തിലും പരീക്ഷണങ്ങളിലും ഒരുമിച്ച് നിന്നു. ശിവൻ ധ്യാനത്തിലായിരുന്നപ്പോഴും പാർവതി ദേവനെ വിട്ടുപോയില്ല. പാർവതിക്കറിയാമായിരുന്നു ശിവന്റെ മൗനം പോലും സ്നേഹമാണ്. അവരിരുവരും തമ്മിൽ ആത്മാർത്ഥമായ വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വന്നാൽ ഒപ്പമുള്ളവരെ പഴിചാരുന്നത് എളുപ്പമാണ്. പക്ഷേ ശിവപാർവതിമാരെപ്പോലെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടും എന്ന് പറയാനായാൽ അതാണ് യഥാർത്ഥ സ്നേഹം. ഒരുമിച്ച് നിന്നാൽ ഒരു കൊടുങ്കാറ്റിനും നമ്മെ തകർക്കാനാവില്ല. കാരണം സ്നേഹം ശക്തമാകുന്നത് സന്തോഷം പങ്കിടുമ്പോൾ അല്ല, അത് ജീവിത പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടുമ്പോഴാണ്. പ്രണയം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മിലേക്ക് വരുന്നത് എന്നെന്നും നിലനിൽക്കുന്ന ഉമാമഹേശ്വര ബന്ധമാണ്. അവർ ദൈവങ്ങളല്ല, അവർ നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയാണ്. അവരുടെ ബന്ധം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നല്ല ബന്ധം പൂർണ്ണത കൊണ്ടല്ല നിലനിൽക്കുന്നത്, മനസ്സിലാക്കലും ബഹുമാനവും കൊണ്ടാണ്. തർക്കം വന്നാലും കൈവിടാതെ, മൗനം പാലിച്ചാലും ഹൃദയം തുറന്നുവച്ച്, സ്നേഹിച്ചാലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും ഒരുമിച്ച് നേരിടുക. ഇതാണ് ഇവർ നൽകുന്ന സന്ദേശം. ഇന്നത്തെ ലോകത്ത് ചെറിയ കാരണങ്ങൾക്ക് പല ബന്ധങ്ങളും വേഗത്തിൽ തകർന്നുപോകുമ്പോൾ അവരുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒറ്റവാക്കിലാണ്: സ്നേഹം പൂർണ്ണമാകുന്നത് മനസ്സിലാക്കുമ്പോഴാണ്, ദൈവികമാകുന്നത് ക്ഷമിക്കുമ്പോഴാണ്. ഓം നമഃശിവായ. നമ്മളും ശിവപാർവതിയുടെ പോലെ സ്നേഹത്താൽ ബന്ധങ്ങളെ ദൈവികമാക്കാം. ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ. നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും ദേവിയുടെയും ദേവന്റെയും അനുഗ്രഹവും ലഭിക്കട്ടെ. ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക, ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക.